മോനെ രണ്ടുപേരും റെഡി ആയിക്കോളൂ. ഞങ്ങൾ റെഡിയായി കഴിഞ്ഞു. എഗ് ആൻഡ് സ്പൂൺ റിലേ റൈസിന് തയ്യാറായിക്കൊണ്ടിരിക്കുക. അതൊരു രസമുള്ള മത്സരമാണ്. കാരണം നമ്മൾ എല്ലാരും ചേർന്നല്ലേ മത്സരിക്കുന്നത്. ഇത്തവണ നോക്കിക്കോ, ഈ ലിറ്റിൽ ടീം തന്നെ ജയിക്കും ജോർജ്. ആ കൃപാലും കുടുംബം വന്ന പിന്നെ അത്ര തന്നെ. കഴിഞ്ഞ പ്രാവശ്യം അവരല്ലേ ജയിച്ചത്. ജയിക്കുന്നതും തോൽക്കുന്നതും ഒന്നും അല്ല പ്രശ്നം. എല്ലാവരും സന്തോഷമായിരുന്നല്ലോ അല്ലേ? ഇത് നല്ല രസമായിരിക്കും. ഓ, ഇത് പശ വെച്ച് ഒട്ടിച്ചിരുന്നെങ്കിൽ നല്ല എളുപ്പമായിരുന്നു. ശ്രദ്ധിച്ച് നടക്ക്, സ്പൂൺ സൂക്ഷിക്കണം. അങ്ങനെ തന്നെ നടക്ക്, അങ്ങനെ തന്നെ നടക്ക്. മുട്ടയിൽ തന്നെ ശ്രദ്ധ വേണം. സ്നോബൽ, നീ പിക്നിക്കിന് വരുന്നില്ലേ? നല്ല രസമായിരിക്കും. അങ്ങനെയാണോ? ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല. ഞാനും ജോർജും എല്ലാ റേസിലും പങ്കെടുക്കാൻ പോവാ. റേസ് മാത്രമല്ല, ഹൈ ജമ്പിലും മാരത്തോൺ റേസിലും പങ്കെടുക്കും. അപ്പൊ എനിക്ക് സുഖമായിട്ടൊന്ന് ഉറങ്ങാം. അമ്മ പിക്നിക് ലഞ്ച് തന്നയച്ചിട്ടുണ്ട്. അതിൽ മുഴുവനും സാൻഡ്വിച്ച് ആണ്. സാൻഡ്വിച്ചോ? സാൻഡ്വിച്ച് ഇത്രയും മതിയാവൂന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനല്ലേ ഞാൻ കാത്തിരുന്നത്. ഇലയിട്ടിട്ട് ഭക്ഷണമില്ലെന്ന് പറഞ്ഞ പോലെയായി. ഇത് മുഴുവൻ ഞാൻ തന്നെ തിന്നും, സംശയമില്ല. ഒന്നൊന്നായി തിന്നാം. തൽക്കാലം ഒരെണ്ണം തിന്ന് നോക്കാം. വെയിറ്റ് ചെയ്യാം. കുറേശ്ശെ കുറേശ്ശെ തിന്നാം. വേണ്ട വേണ്ട, ഇപ്പൊ തന്നെ അങ്ങ് തീർത്തേക്കാം. ഇത് പൊട്ടിയില്ലല്ലോ. ശരി, എടുത്തോണ്ട് നടക്ക്. മാറി നിൽക്ക, ഞാൻ വരുന്നത് കണ്ടില്ലേ? ഈ മുട്ട കൊണ്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാ. സാരല്ല, ഇത് സ്പൂണിന്ന് താഴെ വീണ് കിടക്കുന്ന കണ്ട ബുൾസൈ പോലെ ഉണ്ട്. എനിക്ക് ദേഷ്യം വരുന്നു. ആ വണ്ടി വന്നു. അയ്യോ അയ്യോ അയ്യോ, പൊട്ടിക്കളഞ്ഞല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യാനാ? ഇത്രയും നാളെ ഞാൻ ഭക്ഷണം അന്വേഷിച്ചു നടന്നു. ഇപ്പൊ ഇത് എന്റെ ചുറ്റും ഭക്ഷണം തന്നെ. എന്ത് ചെയ്യാൻ? ഓരോന്നായി കഴിക്കുന്നതിനേക്കാൾ മൊത്തമായിട്ട് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാം. സാൻഡ്വിച്ച് എന്ന് കേൾക്കുമ്പോഴേ എന്റെ വായിൽ വെള്ളം ഊറാറുണ്ട്. എന്താ ഇത്? ഭയങ്കര വെയിറ്റ് ആയിരിക്കുന്നു. ഞാൻ വളരെ ആഗ്രഹിച്ചുണ്ടാക്കിയതാണ്. ഇത് മുഴുവൻ സാൻഡ്വിച്ച് ആണ്. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ വർഷത്തെ പിക്നിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. എല്ലാവർക്കും വിശന്ന് തുടങ്ങിയിട്ടുണ്ടാവും. ഞാൻ നിങ്ങൾക്ക് സാൻഡ്വിച്ച് തരട്ടെ കഴിക്കാൻ? എന്നോട് ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അയ്യോ, എന്താ സ്നോബൽ ഇത്? ഞാൻ അറിയാതെ നിന്നെ ഇതിനകത്ത് വെച്ച് പാക്ക് ചെയ്ത് പോയല്ലോ. വരുന്ന വഴിയിൽ സ്നോബല് മുഴുവൻ തിന്ന് തീർത്തിട്ടുണ്ടല്ലോ. നന്നായിട്ടൊന്ന് വെട്ടി. ഇപ്പൊ ഇത് ഉറക്കം വരുന്നു. സ്നോബൽ, ഇതിൽ കിടന്ന് നീ റെസ്റ്റ് എടുത്താൽ നിന്റെ ക്ഷീണമൊക്കെ മാറും. നല്ല സ്മൂത്ത് ബെഡാണ്. ഓ, ഇങ്ങനെ ഒരു യജമാനെ കിട്ടാൻ ഞാൻ ഭാഗ്യം ചെയ്യണം. ഇതൊന്നും എല്ലാവർക്കും കിട്ടില്ല. എനിക്കറിയാം, നിനക്ക് ഞങ്ങളുടെ കൂടെ പിക്നിക്കിന് വരാൻ കൊതിയുണ്ടായിരുന്നു അല്ലേ? നിനക്ക് ഇവിടെല്ലാം ചുറ്റിക്കാണാൻ ആഗ്രഹമുണ്ടല്ലേ? പോടാ ചെവിയ, എന്റെ അവസ്ഥ അറിഞ്ഞാൽ നീ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല. എനിക്ക് സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങണം. ഉറക്കം വരുന്നു. ദയവായിട്ട് ഇവിടെ നിന്നൊന്നും പോകാമോ? പോയി തൊലയടാ. ക്ഷമിക്കണം, ഞാൻ താങ്കളോടാണ് പറഞ്ഞത്. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകുന്നോ അതോ ഞാൻ? വെരി ഗുഡ്. സാൻഡ്വിച്ച് ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ട്. സാരമില്ല, ഞാൻ ഉണ്ടാക്കി തരാം. പൊട്ടറ്റോ സാലഡ്, ടൊമാറ്റോ സാലഡ്, പീസ്നട്ട് സാലഡ് എല്ലാം ഇരിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ കുറച്ചു നേരമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നത്. ഫസ്റ്റ് ഗെയിം എന്താണെന്നാൽ കുട്ടികളും രക്ഷകർത്താക്കളും പങ്കെടുക്കുന്ന വാട്ടർ ബലൂൺ ഗെയിം. അപ്പോ എല്ലാവരും റെഡിയാണല്ലോ? ഹായ്, അടിപൊളി, നല്ല രസമായിരിക്കുന്നു. അയ്യോ, നമ്മളെ ശത്രുക്കൾ എത്തിയിട്ടുണ്ട് സ്റ്റുവാർട്ട്. നമ്മൾ തന്നെയായിരിക്കും ഒന്നാമൻ. നമ്മൾ തന്നെയായിരിക്കും ഒന്നാമൻ. പിന്നെ അവരെക്കാളും പോയിന്റ് നമുക്ക് കിട്ടും, തീർച്ചയാ. എടാ കണ്ണാടി, ടൈം വേസ്റ്റ് ആക്കാതെ വീട്ടിൽ പോടാ. അവൻ എന്തൊരു അഹങ്കാരത്തോടെയാ പറയുന്നത്. അവൻ എന്നെ സുഹൃത്തെന്നാ വിളിച്ചത്. അവന്റെ സ്വഭാവത്തിന് ഒരു കുഴപ്പമില്ല. ഓ, നിങ്ങളെ കൊണ്ടൊന്നും ഇത് പറ്റില്ല ആന്റി.
ഒന്നോർക്കുക, ബലൂൺ പൊട്ടുകയാണെങ്കിൽ നിങ്ങൾ പുറത്താകുന്നതാണ്. അമ്മ അത് ഇങ്ങോട്ട് ഇട്ടേക്ക്. ഞാൻ പിടിച്ചോളാം. എനിക്ക് പിടിക്കാൻ പറ്റിയില്ല. പൊട്ടിപ്പോയില്ലോ. നീ കറക്റ്റ് ആയിട്ട് മോനെ, നീ ശരിക്കും ഒരു കളിക്കാരൻ തന്നെ. ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യണേ അച്ഛാ. ഈ ബലൂണിന് ഭയങ്കര വെയിറ്റ്, വഴുക്കലും ഉണ്ട്. ഈ ഗെയിമിന്റെ ചലഞ്ച് തന്നെ അതല്ലേ? ഓ, എന്താ ഇത്, വഴുക്കൽ അല്പം കൂടുതലാണല്ലോ. സ്നോബൽ അങ്ങോട്ട് നോക്ക്. അവര് തന്നെ ജയിച്ചു. ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ. എന്താടാ കണ്ണാടി ആലോചിക്കുന്നത്? ഇത് 3 കാൽ മത്സരമാണ്, 2 കാൽ മത്സരം അല്ല ജോർജേ. ഞാനിവിടെ ഉണ്ട്. ഹായ് ജോണി. നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളെ തോൽപ്പിക്കുക. ജോർജ്, സ്പീഡിൽ ഓട്. ജോർജ്, ഞാനിപ്പോ വീഴും. ബലമായിട്ട് പിടിച്ചോ. എന്റെ അമ്മേ, ജോർജ്. അയ്യോ, എവിടെ പോയി നീ? സ്റ്റുവർട്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ മത്സരത്തിൽ ജയിച്ചിരിക്കുന്നത് ജോണി ആൻഡ് റാണി. എല്ലാവരും ഒന്ന് കൈയടിച്ച്. നമ്മളെ കൊണ്ട് ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ജോണി എന്നെ എല്ലാത്തിനും ജയിക്കും. ഹേയ്, കം ഓൺ ജോർജ്, ഇനി ധാരാളം ഗെയിം ബാക്കിയുണ്ടല്ലോ. എത്ര മത്സരം ഉണ്ടെങ്കിലും അവൻ തന്നെ ജയിക്കും. അവന് തന്നെ റിബൺ കിട്ടും. ഹേയ് ജോണി, എന്താ? നീ ഇങ്ങനെ സമ്മാനങ്ങൾ വാരിക്കൂട്ടുന്നത് കണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അമ്മയാണ് ഞാൻ പറയുന്നത് സത്യമാണ് ജോണി. എനിക്കിപ്പോ നിന്റെ സത്യം ഒന്നും കേൾക്കണ്ട. നിങ്ങൾ തോറ്റതിന് ഞാൻ എന്ത് ചെയ്യാനാ? നീ ഇങ്ങനെ ജയിക്കുന്നതിന്റെ രഹസ്യം എനിക്ക് പറഞ്ഞു തരുമെന്ന് വിചാരിച്ചു. ആ രഹസ്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നാലും നിങ്ങൾ ജയിക്കുമെന്നൊന്നും തോന്നുന്നില്ല. ശരി, ഞാൻ വരട്ടെ. ഇവൻ വളരെ ഡിഫറെന്റ് ആയിട്ടാണല്ലോ പെരുമാറുന്നത്. ഏയ് ജോണി, നിന്റെ കയ്യിൽ നിന്ന് സാധനം വീണു. ഉരുളക്കിഴങ്ങോ? ഗുഡ് ലക്ക് ജോർജ്. ഗുഡ് ലക്ക് സ്റ്റുവർട്ട്. ഗുഡ് ലക്ക് മീന. സുഖമല്ലേ? നിനക്ക് സുഖമല്ലേടാ? അത് കൊള്ളാലോ. ജോണി വളരെ നല്ലവനാ, എല്ലാവരോടും ഗുഡ് ലക്ക് പറയുന്നു. ചിലപ്പോ ഒന്നും മിണ്ടില്ല, ചിലപ്പോ ഇങ്ങനെയും. എനിക്ക് കൃപാൽ സാറിനോടും ഐസക് സാറിനോടും സംസാരിക്കണം. ഇതിൽ ആരാണ് ജയിക്കുന്നതെന്ന് നോക്കാം. റെഡി, 1 2 3. നോക്കൂ സ്റ്റുവർട്ട്, ഇതെങ്ങനെ ഈ ചാക്കിനകത്ത് വന്നു? എന്റെ ചാക്കിയുണ്ട്. ഞാൻ ജയിച്ചേ. ഞാൻ കണ്ടുപിടിച്ചു സ്റ്റുവർട്ട്. ജോണി നമ്മളെ എല്ലാവരെയും പറ്റിക്കുകയാണ്. സത്യമായിട്ടും? ഉരുളക്കിഴങ്ങ് നമ്മുടെ ചാക്കിനകത്ത് ഇട്ടിട്ട് നമ്മളെ എല്ലാവരെയും തോൽപ്പിച്ചിരിക്കുകയാണ്. വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? അവന്റെ ബാഗിൽ പാത്രം കഴുകുന്ന സോപ്പ് ഉണ്ടായിരുന്നു. വാട്ടർ ബലൂൺ വഴുക്കാൻ കാരണം അവൻ ആ സോപ്പ് അതിൽ തേച്ചിട്ടുണ്ടായിരിക്കും. ഒരു കാര്യം നീ ശ്രദ്ധിച്ചായിരുന്നോ? 3 കാലിൽ ഓട്ട മത്സരത്തിൽ ജോണിയുടെ കയറ് മാത്രം പൊട്ടിയില്ല. അതെന്തുകൊണ്ടാ? അതിലും അവൻ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിരിക്കും. എന്തിനാവൻ ഇങ്ങനെ എല്ലാവരും പറ്റിക്കുന്നത്? ഈ മത്സരമല്ല ഒരു രസത്തിനല്ലേ? ദാ ഇതൊന്ന് നന്നായി നോക്കിക്കോ. നീ നേടാൻ ആഗ്രഹിക്കുന്ന ബ്ലൂ റിബൺ ഇത് തന്നെയല്ലേ? വരട്ടെ. എവിടെ പോയാലും മര്യാദയ്ക്കൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ. ഇനി ഇവിടെ കിടന്നാൽ ശരിയാവില്ല.
മരത്തിന്റെ മുകളിൽ പോകാം. അടിപൊളി സ്ഥലം. ഇവിടെ ആരുടെ ശല്യം ഉണ്ടാവില്ല. ഇവിടുന്ന് നോക്കിയ എല്ലാ സ്ഥലവും കാണാം. പക്ഷെ എനിക്കിപ്പം വേണ്ടത് സ്വസ്ഥമായ ഉറക്കമാണ്. അത് തുടങ്ങാം. നീ ഇങ്ങനെ കളിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നുകയാണ്. അച്ഛാ, അമ്മേ, നിങ്ങൾക്കാർക്കെങ്കിലും മത്സരം എങ്ങനെയുണ്ട്? എല്ലാം നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ജോണിയും കൃപാലങ്ങളും നമ്മളെ പറ്റിക്കുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. പറ്റിക്കുക എന്നുള്ള വാക്ക് ഉച്ചരിക്കുന്നത് തന്നെ എനിക്ക് ഇഷ്ടമല്ല. അല്ല, അവൻ ചെയ്യുന്നത് ഞാൻ കണ്ടു. ഇത് സത്യത്തിൽ ഒരു സീരിയസ് കാര്യം തന്നെയാണ്. എല്ലാവരും കളിയിൽ ശ്രദ്ധിക്കണം. വളരെ സത്യസന്ധതയോടെ. കൃപാലിനോട് ഞാനിത് പറഞ്ഞാൽ അദ്ദേഹം എന്ത് വിചാരിക്കുമോ എന്തോ. പക്ഷെ അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തൊക്കെ വന്നാലും പറയുക തന്നെ വേണം. ആരാടാ അടിച്ചത്? ഇന്നെന്റെ ദിവസം ശരിയല്ല എന്ന് തോന്നുന്നു. ഹായ് മിസ്റ്റർ കൃപാൽ, ബിസിയാണോ? വെറുതെ വന്നതാണോ അതോ കളിക്കാൻ വന്നതാണോ? ഒരു കാര്യം പറയാൻ എനിക്ക് വളരെ വിഷമമുണ്ട്. അതായത് ജോർജും സ്റ്റുവർട്ടും നിങ്ങളുടെ മകൻ ജോണി ചീറ്റ് ചെയ്യുന്നു എന്ന് പരാതി വന്ന് പറഞ്ഞു. അയ്യോ, നിങ്ങൾ വീണ്ടും തുടങ്ങിയോ? നിങ്ങളുടെ കുട്ടികൾക്ക് അസൂയ. എന്തെന്നാൽ എല്ലാ മത്സരത്തിലും ജോണിയല്ലേ ജയിക്കുന്നത്. ഞങ്ങളുടെ കുട്ടികളോട് ജയിക്കുന്നതല്ല മുഖ്യമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർ സത്യസന്ധതയോടെ കളിക്കുകയുള്ളൂ. അതുതന്നെയാണ് നമ്മുടെ പ്രശ്നം. ഞാൻ ജോണിയോട് ജയിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഏയ്, നിങ്ങൾ നന്നായിട്ട് കളിക്കുന്നുണ്ട്. വേണമെങ്കിൽ എന്റെ ടീമിൽ ജോയിൻ ചെയ്യാം. ഇയാൾ എങ്ങനെ ഇനി ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക എന്ന് എനിക്കറിയില്ല. വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് ഒരു കാര്യവുമില്ല. ഇത്രയും വിസ്താരമായ സ്ഥലത്ത് നമുക്കൊന്ന് ഉറങ്ങാൻ ഒരു സ്ഥലമില്ലെന്ന് പറഞ്ഞാൽ ഇത് സൂപ്പറായിട്ടുണ്ട്. ഒരു പ്രശ്നവും ഉണ്ടാവില്ല. കുഴപ്പമില്ല, ആരും ഇല്ല. മിസ്റ്റർ കൃപാലങ്ങളും ജോണിയെ ശ്രദ്ധിച്ചോളാന്ന് പറഞ്ഞു അച്ഛാ. ഓ, ഇതാ നോക്കൂ മോനെ, എല്ലാ കുടുംബവും നമ്മളെപ്പോലെ ആയിരിക്കില്ല മോനെ. എന്റെ അച്ഛൻ ഞാൻ നല്ല വഴിക്ക് നടക്കണമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്റെ അപ്പൂപ്പൻ എന്റെ അച്ഛന് പറഞ്ഞു കൊടുത്തു. എന്റെ അച്ഛന്റെ അപ്പൂപ്പൻ എന്റെ അപ്പൂപ്പൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അങ്ങനെ തലമുറകൾ കൈമാറി. നീ സത്യസന്ധതയുള്ള കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിയാണ് മോനെ. അപ്പൊ ജോണിയുടെ അപ്പൂപ്പൻ ആരും പറഞ്ഞു കൊടുത്തില്ലേ മറ്റുള്ളവരെ ചതിക്കാനും കള്ളത്തരം കാണിക്കാനും പാടില്ലെന്ന്? പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. ശരി, അതുകൊണ്ട് നമ്മൾ നമ്മുടെ സന്തോഷത്തെ നശിപ്പിക്കണ്ട. കൃപാലിനെ എങ്ങനെയെങ്കിലും നമുക്ക് തോൽപ്പിക്കണം. എന്നാൽ എനിക്ക് സന്തോഷാവൂ. അത് നേരായ വഴിയിലൂടെ മാത്രം. ഞാനും റെഡി. ഇനി നമ്മൾ ജയിക്കും. ഫെഡറിക്, അവര് നമ്മളെ തന്നെ നോക്കുകയാണല്ലോ. നമുക്കൊരു കാര്യം പ്ലാൻ ചെയ്യാം. ശരി, നമുക്ക് പറ്റില്ല. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവരും ഈ മത്സരത്തിന് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ആരംഭിക്കാമല്ലോ. എല്ലാവർക്കും സ്പൂൺ കിട്ടിയല്ലോ. ഇനി റെഡി ആയിക്കോളൂ. ഗോ. അമ്മേ സൂക്ഷിച്ചോളെ, ഈ മുട്ടയ്ക്ക് നല്ല വെയിറ്റ് ഉണ്ട്. നീ തന്നെ ജയിക്കും, പേടിക്കണ്ട. വെരി ഗുഡ് അമ്മേ, വെരി ഗുഡ്. വെരി ഗുഡ്. ഇനി ഞാൻ കാണിച്ചു. ബെസ്റ്റ് ഓഫ് ലക്ക്. വാടാ ചക്കരെ. ഫെഡറിക്, നിങ്ങൾക്ക് സാധിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ഷൂ ലൈസ് അഴിഞ്ഞിരിക്കുകയാണ്. മടയാ, മുട്ട താഴെ പോയ കണ്ടില്ലേ? മിസ്റ്റർ കൃപാൽ, കാക്ക വരുന്നു. കാക്ക
സൂക്ഷിച്ചു പോണേ. അയ്യോ, എന്നെ കടത്തി പറ്റിയല്ലോ. നിന്റെ മുട്ടയ്ക്ക് എന്തു പറ്റി? താഴെ വീഴാറായല്ലോ. സൂക്ഷിച്ചു പോ. ആ, താഴെ വീണല്ലോ. ഇതായിരുന്നു എനിക്ക് ആവശ്യം. നീ തോറ്റത് കണ്ടോ? എന്താ? സാരമില്ല ജോർജ്, ഓടി വാ, വേറൊരു മുട്ട എടുത്തോണ്ട് പോ. ഇത് പൊട്ടിയതേ ഇല്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്ത പോലെ പോ. വളരെ സൂക്ഷിച്ച് വേണം ജോർജ്, വളരെ സൂക്ഷിച്ച്. ഫെഡറിക്, മുട്ട അയാൾ താഴെ വീണാൽ പൊട്ടും. സ്പൂൺ കറക്റ്റ് ആയിട്ട് പിടിക്ക് ജോർജ്, കറക്റ്റ് ആയിട്ട് പിടിക്ക്. ഞങ്ങളാണ് നമ്പർ 1, ഞങ്ങളാണ് നമ്പർ 1, ഞങ്ങളാണ് നമ്പർ 1, ഞങ്ങളാണ് നമ്പർ 1. ഇതേവനടാ എന്നെ ശല്യം ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. നിനക്ക് ഇരിക്കാൻ വേറെ സ്ഥലമേ ഇല്ലേ? അയ്യോ, ഇതാരടാ നടുക്ക് നിൽക്കുന്നത്? ഏയ്, ഇത് പച്ചമുട്ടയല്ലല്ലോ, ഇത് വേവിച്ചാണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത്.